ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നു. ഒരു അഭിപ്രായം, ഏകപക്ഷീയമായ ഒരു അഭിപ്രായം പറയാൻ കഴിയും. ഇതെല്ലാം കോടതിയുടെ അന്വേഷണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾക്കതിൽ ഒന്നും ഒളിക്കാനുമില്ല, ഒന്നും മറയ്ക്കാനുമില്ല. ഈ 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് 2019 ഞാൻ പറയുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ, സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. അന്നൊക്കെ വലിയ വലിയ അവതാര പുരുഷന്മാരായിരുന്നു. അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ശബരിമലയെ മാറ്റി വേറെ അമ്പലങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രയോ സ്വകാര്യ അമ്പലങ്ങളുണ്ട്. അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതൊന്നും ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ശബരിമലയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നത് സത്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അതായിക്കോട്ടെ, ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം, ഈ ശബരിമല എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു ദുരൂഹത നിറഞ്ഞതാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ ഇപ്പോഴത്തെ കണക്കിൻ്റെ കാര്യത്തിലായാലും അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പറ്റിയ സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം കണക്കിൻ്റെ കാര്യം. കോടതി അവരുടെ മുന്നിൽ വരുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് 1.5 വർഷമായി ഞങ്ങൾക്ക് 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ 18 സ്ട്രോങ് റൂമുകളുടെയും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് 467 കിലോഗ്രാം സ്വർണം ഞങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു, ഒരു മാസം മുമ്പാണ്. അപ്പോൾ ഗോൾഡ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങളുടെ 18 സ്ട്രോങ് റൂമിലുമുള്ള സ്വർണത്തെ എ കാറ്റഗറി പൗരാണികമായിട്ടുള്ളത്, ബി കാറ്റഗറി നിത്യനിദാന ഉത്സവങ്ങൾക്ക് എടുക്കുന്നത്, സി കാറ്റഗറി ഇത് 3ലും പെടാത്തത്. ഈ 3ലും പെടാത്ത 467 കിലോഗ്രാം സ്വർണം ഞങ്ങൾ കൈമാറി കഴിഞ്ഞു. അപ്പോൾ ബാക്കി എ കാറ്റഗറിയും ബി കാറ്റഗറിയും ബാഗുകളിലാക്കി, പെട്ടികളിലാക്കി സുരക്ഷിതമായി രജിസ്റ്ററിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം റെക്കോർഡ് എവിടെ ഉണ്ട്? തിരുവാഭരണ കമ്മീഷണറുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സമയാസമയങ്ങളിൽ കോടതിയിൽ അറിയിക്കുന്നതിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇത്തരം കാര്യങ്ങൾ, കോടതിക്ക് എപ്പോഴും കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ച വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഞാൻ നിങ്ങളെയും കുറ്റം പറയുന്നില്ല. പക്ഷേ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴേ ഇപ്പം നമുക്കൊരു അന്വേഷണം, ഞാൻ പറയുന്നത് ഒരു അന്വേഷണം നടക്കട്ടെ. അതിനെ സംബന്ധിച്ച് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സുതാര്യമായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അത് സമഗ്രമായ അന്വേഷണം നടക്കണം. അത് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ആവശ്യപ്പെടും. അല്ല, എനിക്കും ധാരണയില്ല. കാരണം ഇപ്പോൾ പുറത്തു വരുമ്പോഴാണല്ലോ ഈ ഹൂയിസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. നിങ്ങളായാലും ദേവസ്വം ബോർഡായാലും കോടതിയായാലും ചോദിക്കേണ്ടി വരുന്നത് ഇപ്പോഴാണല്ലോ. ശബരിമലയിൽ ലക്ഷോപലക്ഷം ആളുകളാണ് വരുന്നത്. അപ്പോൾ അവരെല്ലാം ആരാണ് എന്താണ് എന്ന് ഒരു സമ്പൂർണ്ണമായ ബയോഡേറ്റ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ പുറത്തു വരുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊടുത്തുവിട്ടൊരു ആയുധമാണ് ഈ ചർച്ചകൾക്കൊക്കെ തുടക്കമിടുന്നത്. നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലായാൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു സാധനം, ഒരു താങ്ങുപീഠം അവിടെ വച്ചിട്ടുണ്ട്. അത് വ്യാജ ആരോപണമായിരുന്നു, അത് വ്യാജ പീഠവുമായിരുന്നു. കാരണം ശബരിമലയിൽ സമർപ്പിക്കുന്ന അവിടെ റെസിപ്റ്റുള്ള, അവിടെ മഹസറുള്ള സാധനം മാത്രമല്ലേ വ്യാജമല്ലാതിരിക്കുള്ളൂ. അപ്പോൾ ഇതൊരു വ്യാജ ആരോപണമായിരുന്നു, വ്യാജ പീഠവുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കണ്ടെത്തി. അദ്ദേഹം ശബരിമലയെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി. ഇപ്പോൾ അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹം വീണു. അദ്ദേഹം പ്രതിക്കൂട്ടിലേക്കായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വരട്ടെ. അപ്പോൾ ഇത്തരം അവതാരങ്ങൾ, അപ്പോൾ ഈ അവതാരത്തെ ഇത് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിനെനിക്കുള്ള മറുപടി എന്ന് പറയുന്നത്, കാരണം ഈ തന്ത്രിയുടെ കത്ത് കിട്ടിയല്ലോ, ഇങ്ങനെ ചുക്കിയും ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നു.
അപ്പോൾ ശബരിമലത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവാണ്. മുരാരി ബാബുവായി ചോദിക്കുമ്പോൾ മുരാരി ബാബുവാണ് പറയുന്നത് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ 40 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ബന്ധപ്പെടുന്നത്. കാരണം നമ്മളൊരു ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപയാവും, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ എന്താണോ കൃത്യമായ പ്രൊസീജിയർ, ആ കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് തന്നെയാണ് കൊണ്ടുപോയത്. കൃത്യമായ അപ്പോഴും അയാൾ പറഞ്ഞിരുന്നു ഞാൻ കൊണ്ടുപോകാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ അറിയാമെന്ന് പറഞ്ഞു. അത് ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊക്കെ വലിയ ചിലവാണ്, അത് പിന്നെ താങ്ങാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊക്കെ നോക്കാനുള്ള കഴിവ് ദേവസ്വം ബോർഡിനുണ്ട്, ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ അവിടെ കൊണ്ടുവരും, നിങ്ങൾ അവിടെ വേണമെങ്കിൽ അവിടെ എത്തിക്കോളൂ, കാരണം ഈ സ്പോൺസറുടെ സാന്നിധ്യത്തിൽ ചെയ്യണമെന്നാണ്, നിങ്ങൾ അവിടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അത്തരം കാര്യങ്ങളിൽ അതിലുണ്ടായിരുന്ന ഒരു ചെറിയ വീഴ്ച എന്താണ്, ഈ ദേവസ്വം കമ്മീഷണറെ ഒന്ന് നമ്മൾ അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അത് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കോടതി ഞങ്ങൾക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പെർമിഷൻ തന്നത്. അത് ഞങ്ങൾ ഒക്ടോബർ 17 അവിടെ സ്ഥാപിക്കും. മാത്രമല്ല മറ്റ് ഈ പിന്നെ ശ്രീകോവിലിൽ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട് വാതിലിൽ, അതും കൂടി ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം നിന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കോടതിയുടെ അന്വേഷണം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. അത് കോടതിയുടെ അന്വേഷണം കഴിയട്ടെ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ കോടതിക്കല്ലേ. ഞങ്ങളെന്തായാലും ഈ പൂജാവേള കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെട്ടു. ഉറപ്പായിട്ടുമുണ്ട്. കാരണം അല്ലെങ്കിൽ അയാളുടെ കൈവരിച്ചിരിക്കുന്ന ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ കൊണ്ടെന്ന് എന്തിനാണ് കള്ളം പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് 6 ദിവസം മുമ്പാണ്. അപ്പോൾ അതിൽ ആസൂത്രണമുണ്ട്, ഒരു സംശയമില്ല. ഉണ്ണികൃഷ്ണൻ കോറ്റിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ. ആരാണോ ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിയണമെന്ന് ആഗ്രഹിച്ചത്, ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചത്, അവരായിരിക്കും അതിൻ്റെ പിന്നിൽ. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നു, അദ്ദേഹം തന്നെ കുഴിയിൽ തന്നെ വീഴുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല അന്വേഷണത്തിലേക്ക് പോകും, അദ്ദേഹത്തിന് വിനയായി മാറുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.